ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഇണ്ടംതുരുത്തിയിൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ഇത് ഞങ്ങളുടെ പോകുന്ന വഴിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഞാൻ ഒത്തിരി നാളായി കേട്ടോ അമ്പലത്തിൽ പോയിട്ട്, കുറേ നാളുകൾക്ക് ശേഷം. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ തോട്, അതായത് തോടിൻ്റെ സൈഡിൽ കൂടെ വേണേ അപ്പുറം കാണുന്ന അപ്പുറം വഴിയാണ് ചേർത്തല ആലപ്പുഴ റൂട്ട് കേട്ടോ. ഞങ്ങളുടെ വീട് വൈക്കത്ത് തോട്ടുവക്കത്താണ്. ഇത് തോട്ടുവക്ക ഏരിയയാണ്. ഈ തടികളൊക്കെ കൂട്ടിയിട്ടാണ് തടിമില്ലിൻ്റെ വകയാണ്. പക്ഷേ ഇവിടെ മരങ്ങളൊക്കെ നല്ല തണലും നല്ല തണുപ്പുമാണ് ഇവിടെ. ഇതിൽ നടന്നു പോകുമ്പോൾ നല്ല ഒരു വെയിൽ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂടല്ല, പക്ഷേ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പാണ്. ഈ പാലം കയറി വേണം. ശരിക്കും ഇത് ഞാൻ ഷോർട്ടായിട്ട് പോകണതാണ്, എളുപ്പം നടന്നു പോകണതുകൊണ്ട് പോകാൻ വേണ്ടി പോകുന്നതാണ് ഈ വഴി. ശരിക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടല്ല ഇത് ചെല്ലുന്നത്, ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഈ വഴി പോകുന്നത്. പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നു പോകുന്നതാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം അമ്പലത്തിനോട് സൈഡിലായിട്ട് ശ്രീകൃഷ്ണനും ഹനുമാൻ സ്വാമിയും, പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് ഹനുമാൻ സ്വാമിയാണ്. ഈ ആലിൻ്റെ ചോട്ടിലിരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെയാണ്. നേരെ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അതായത് ഹനുമാൻ സ്വാമിയാണ്. ഞാനപ്പോൾ അത് നേരെ ചെന്ന് അവിടെ നിന്ന് തൊഴുത് ഈ ഹനുമാൻ സ്വാമി, ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ്. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വെച്ചേക്കുന്നതാണ്. കല്ലിൽ തീർത്ത വിഗ്രഹമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ. അവിടെയും തൊഴുതതിന് ശേഷം ഇവിടെ വന്നിട്ട് ഭദ്രകാളിയുണ്ട്, പിന്നെ വന്നിട്ട് അയ്യപ്പസ്വാമി ഒക്കെ ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ വീണ്ടും ഉപദേവതമാരെ തൊഴുതതിന് ശേഷമാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയത്. ഞാൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉത്സവം ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. അമ്പലമൊക്കെ നന്നായിട്ട് പണിത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലമാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ ഞാൻ നിന്ന് തൊഴുതു. ഇത് രക്ഷസാണ്. അപ്പോൾ അവിടെയും തൊഴുതതിന് ശേഷം നേരെ കാണുന്നത് നമ്മുടെ സർപ്പങ്ങളാണ്. നഗത്തന്മാരെയും തൊഴുതതിന് ശേഷമാണ് ഞാൻ ഉള്ളിൽ കയറിയത്. ഇവിടെ എല്ലാ മാസവും ആയില്യ പൂജയുണ്ട് കേട്ടോ. അവിടെ പറയൊക്കെ ഉണ്ട്, പറയൊക്കെ നിറയ്ക്കുക. കഴിഞ്ഞ ദിവസം അമ്മ പോയി പറ നിറയ്ക്കായിരുന്നു. ഇത് ഇന്നത്തെ പ്രത്യേകത ഉത്സവബലി ദർശനമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉത്സവബലി ദർശനം കാണുന്നത്. എന്തായാലും ദേവി അതിനുള്ളൊരു ഭാഗ്യം ഇന്ന് ഉത്സവബലി ഭംഗിയായിട്ട് കണ്ടു തൊഴാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഓർത്ത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന്. നല്ല രസമായിരുന്നു. കുറേ ടൈം അവിടെ നിന്നു. കുറച്ച് ടൈം നിന്നേറ്റൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉത്സവബലി ദർശനമൊക്കെ കാണുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ദേവി അനുഗ്രഹിച്ചതുകൊണ്ട് അതിന് സാധിച്ചു. അമ്പലമൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോകുന്നത്. ഇവിടെ ദേവീനെ ഇരുത്തി ഉത്സവബലിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഉത്സവബലി ദർശനം തരുന്നത്. എൻ്റെ പൂജകളും കാര്യങ്ങളാണ്. ശരിക്കും നമ്മൾ അമ്പലത്തിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്നുണ്ട്. പക്ഷെ ഞാൻ ഓർത്ത് ഇപ്പോൾ അവിടെ വന്ന് തൊഴാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ, ഉത്സവബലിക്കൊക്കെ വന്ന് തൊഴാൻ പറ്റാത്തവർ, അവർക്കും കൂടെ കണ്ട് തൊഴാലോ എന്നോർത്തുകൊണ്ട് എടുത്തതാണ്. ശരിക്കും ഈ ഒരു മന, അതായത് ഇണ്ടംതുരുത്തി മനക്കാരുടെയാണ് ഞങ്ങളുടെ സ്ഥലവും വന്നേക്കണത്. വർഷങ്ങൾക്ക് മുന്നേ മനവക സ്ഥലമായിരുന്നെന്നാണ് പറയുന്നത്.
ദേവീനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാണിക്ക വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കാണിക്ക ഇട്ട് തൊഴാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ പ്രദക്ഷിണമുണ്ട്. ഞങ്ങളെല്ലാവരും കാണിക്ക ഇട്ട് തൊഴുതു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ദേവീനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പുറത്ത് 7 പ്രദക്ഷിണം. ഈ കുഞ്ഞി കുറുമ്പനില്ലേ, ഇത് ഭയങ്കര ഓട്ടമായിരുന്നേ. അതിൽ ഭയങ്കര ഓട്ടമായിരുന്നു. ദേവി 7 പ്രദക്ഷിണമാണ്. 7 പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ബലിക്കല്ലിൽ പടച്ചോറും പൂവും ഒക്കെ ഇട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഉത്സവ ബലി ആദ്യമായിട്ടാണ് കണ്ടു തൊഴാൻ പോകുന്നത്. അപ്പോൾ എനിക്കും അത്ര ഇതായിട്ട് അറിയില്ല. 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. എല്ലാ ബലിക്കല്ലേലും പടച്ചോറും പൂവും ഒക്കെ തളിച്ചാണ് വരുന്നത്. നല്ല ചൂടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഇണ്ടംതുരുത്തി വകയായിരുന്നു ഈ ഒരു സ്ഥലത്തെ വീടൊക്കെ ഈ മനക്കാരുടെ, ഈ അമ്പലത്തിൻ്റെ ഇതിലുള്ള സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ ഈ താമസിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴല്ല. അപ്പം നമ്മുടെ ഇവിടെ എന്ത് ഇത് നടന്നാലും നമ്മൾ ഈ ദേവീക്ഷേത്രത്തിലാണ് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കുത്തുവിളക്കുമായിട്ട് 2 പേര് പോകുന്നുണ്ട്. പിന്നെ പടച്ചോറ്, പുണ്യാകം, അങ്ങനെ എല്ലാ ഇതായിട്ട് പോകുന്നു. ദേവീനെ തിരുമേനി എടുത്ത് പിടിച്ചേക്കുന്നു. അതിനുശേഷം ഉള്ളിൽ ബലിത്തറയിൽ പടച്ചോറൊക്കെ ഇടുന്നുണ്ട്. ശരിക്കും ഞാൻ ഇത്ര ഇതെടുത്തത്, നമ്മൾ ഇത് വന്ന് തൊഴാൻ പറ്റാത്ത ആളുകളും ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നാലാം ഉത്സവത്തിൻ്റെ ദിവസമായിരുന്നു. നമുക്ക് ലാസ്റ്റ് മകം തൊഴൽ ഉത്സവം എന്ന് പറയുമ്പോൾ 7ാം ദിവസം ഇനി ഉത്സവ ബലി ദർശനമുണ്ട്. 7ാമത്തെ ദിവസം, ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം, ഇനി 7ാമത്തെ ദിവസം ഉത്സവ ബലി ദർശനമുണ്ട്. അതിനുശേഷം 8ാം ദിവസം, അതായത് 8ാം ദിവസമാണ് ആറാട്ട് വരുന്നത് കേട്ടോ. 8ാം ദിവസം ആറാട്ട് വരുന്നുണ്ട്. അതായത് തിങ്കളാഴ്ച അതായത് 6ാം ദിവസം, ഉത്സവത്തിൻ്റെ 6ാം ദിവസം മകദർശനമുണ്ട്. അതായത് നമ്മുടെ ചോറ്റാനിക്കര മകം പോലെ തന്നെ ചോറ്റാനിക്കര അമ്മയ്ക്ക് ഉച്ച കഴിഞ്ഞാണ് മകം ദർശനം. നമ്മുടെ ഈ രാവിലെയാണ് മകദർശനം. 5 മണിക്ക് നിർമ്മാല്യം കഴിഞ്ഞതിന് ശേഷമാണ് മകം ദർശനം നടത്താൻ പറ്റുന്നത്. അതിനുശേഷം ചോറും വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ